കഥയുടെ തുടക്കത്തിൽ കഥാനായികയായ സിയാനെ അവളുടെ അച്ഛനും അമ്മയും കൂടി അവളെ ക്രൂരമായിട്ട് അടിക്കുകയാണ്. കാരണം അവൾ ദത്തെടുത്ത മകളാണ്. ഇപ്പോൾ കുറച്ചു നാളുകൾക്ക് മുന്നേ അവർക്ക് നഷ്ടമായ അവരുടെ സ്വന്തം മകൾ തിരിച്ചു വന്നതിനാൽ അവളുടെ പേരിലേക്ക് ജിയോങ് ഫാമിലിയിലെ മുത്തശ്ശൻ എഴുതി കൊടുത്ത സ്വത്തുക്കൾ അവരുടെ മകളുടെ പേരിലേക്ക് നൽകാനായിട്ടാണ് ഇവളെ ക്രൂരമായിട്ട് അടിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് അവൾ ഒരു കാര്യം ഓർക്കുന്നു. സിയാങ്ങിന് ഒരു കമ്പനിയുണ്ട്. അത് എല്ലാവർക്കും മുന്നിൽ അനൗൺസ്മെന്റ് ചെയ്യുന്ന പാർട്ടിയിൽ ആരോ മയക്കുമരുന്ന് കലർത്തിയിട്ടാണ് അവളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിരുന്നത്. എന്നാൽ ആ കൂട്ടത്തിൽ ഒരു റൗഡിയുമുണ്ട്. അയാളുടെ പേരിൽ അവൾ പോലീസിൽ കംപ്ലൈന്റ് ചെയ്തിരുന്നു. ആ ദേഷ്യത്തിലാണ് അയാളും ഇവരുടെ കൂടെ ചേർന്നത്. സിയാന്റെ ഫിയാൻസി വരെ കാല് വെച്ച് അവളെ ചവിട്ടി താഴേക്കിടുന്നു. നീ അപ്പോഴേ യായാന് സ്വത്തുക്കൾ കൊടുത്തതിനാൽ അവൾ ഈ വീട്ടിൽ ഉണ്ടായെന്ന് പറഞ്ഞ് ഒരു ഫോട്ടോ കാണിക്കുകയാണ്. അതായിരിക്കും യായാൻ, അവരുടെ സ്വന്തം മകൾ. അവൾ ഇപ്പോൾ വന്നതിന് ശേഷമാണ് സിയാനെ വെറുക്കാനായിട്ട് ആരംഭിച്ചത്. എന്നാൽ അവൾ കാരണമാണ് കഷ്ടപ്പെട്ട് വളർത്തിയ കമ്പനി തരില്ലെന്ന് പറയുമ്പോൾ ആ റൗഡി ഇനി ഞാൻ അവളെ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് ബെൽറ്റൂരി അവളുടെ കഴുത്ത് മുറുക്കി കൊല്ലുന്നു. പെട്ടെന്ന് സിയാൻ കണ്ണു തുറന്നു നോക്കുമ്പോൾ അവൾ വീട്ടിലായിരിക്കും. കൺമുന്നിൽ യായാനുമുണ്ട്. ഞാനിപ്പോഴും മരിച്ചിട്ടില്ല എന്ന് വെപ്രാളം പിടിച്ചിരിക്കുമ്പോൾ യായാന്റെ അമ്മ, എൻ്റെ മകളെ കിട്ടി, ഇനി മുതൽ കമ്പനി യായാന്റെ പേരിലേക്ക് എഴുതി വെച്ചേക്കണം എന്ന് പറയുമ്പോൾ, കാരണം അതെല്ലാം യായാന്റെ സ്വത്തുക്കളാണ്. കഴിഞ്ഞ ജന്മത്തിൽ ഇവർ ഇത് തന്നെയാണല്ലോ പറഞ്ഞത്, അന്ന് ഞാൻ തരില്ല, കമ്പനി ഒന്ന് ഡെവലപ്പ് ചെയ്ത് റിട്ടേൺ തരാമല്ലേ പറഞ്ഞത്, അതിനു മുന്നേ എൻ്റെ ജീവൻ എടുത്തില്ലേ എന്ന് ചിന്തിക്കുമ്പോൾ സിയാന്റെ ഫിയാൻസി കാണിക്കുന്നു. അവന്റെ പേര് ടിയാൻ. അവനും അവൾക്ക് കൊടുക്കേണ്ടത് അങ്ങ് കൊടുത്തേക്ക്, അത് അവൾക്ക് അവകാശപ്പെട്ടല്ലെന്ന് പറയുമ്പോൾ, ലൂ ഫാമിലിയുമായി ഒരു കോൺട്രാക്ട് ചെയ്തിട്ടുണ്ട്, അത് കംപ്ലീറ്റ് ചെയ്ത ശേഷം നമ്മുടെ കമ്പനി കുറച്ചും കൂടി ഡെവലപ്മെന്റ് ആവും, അതിനുശേഷം യായാന് റിട്ടേൺ ചെയ്യാമെന്ന് പറഞ്ഞത്. അത് കേൾക്കുമ്പോൾ യായാന് ദേഷ്യമാണ് വരുന്നത്. അവളുടെ സ്വന്തം സ്വത്തുക്കൾ തന്നെ തരാത്തതിന്. വേണമെങ്കിൽ അതുവരെ യായാൻ അസിസ്റ്റന്റായിട്ട് ഇരിക്കട്ടെ എന്ന് പറയുമ്പോൾ യായാന്റെ അമ്മ അതിന് സമ്മതിക്കുന്നില്ല. എന്നാൽ യായാന് അതുവരെ ഇവരുടെ വേലക്കാരിയായി ഇരിക്കണോ, അതൊന്നും നടക്കില്ലെന്ന് പറഞ്ഞ് വീട് വിട്ട് ഇറങ്ങുന്നു. ഈ ഒരു റീസൺ കാരണമാണ് എന്നെ ദത്തെടുത്ത് വളർത്തിയ അച്ഛനമ്മയും കൊന്നത്. ഇപ്പോൾ സിയാൻ ഇതെല്ലാം ചിന്തിച്ച് അവൾ സ്വത്തിന് വേണ്ടിയാണോ വന്നത്, ഞാനിപ്പോൾ കമ്പനി അവൾക്ക് കൊടുക്കണോ വേണ്ടോ എന്ന് പറയുമ്പോൾ യായാൻ ചേച്ചി ശല്യപ്പെടുത്താനായിട്ടല്ല വന്നത്, ഞാൻ വരാനേ പാടില്ല, ഞാൻ തിരിച്ച് പോവുകയാണെന്ന് പറയുമ്പോൾ യായാന്റെ അമ്മ, ഒരുപാട് വർഷം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് നിന്നെ തിരിച്ചു കിട്ടിയത്, നിന്നെങ്ങനെ ഞങ്ങൾ കൈവിടും, നിനക്ക് വരേണ്ടത് വരുമെന്ന് ഉറപ്പു നൽകി സിയാനോട്, ഞങ്ങൾ നിന്നെ വളർത്തിയ മകളാണ്, ഈ സ്വത്തുക്കളുടെ ഏക അവകാശിയാണ് യായാൻ എന്ന് പറയുമ്പോൾ സിയാങ് കമ്പനിക്ക് യാതൊരു വിട്ടുവീഴ്ച ചെയ്യില്ല എന്ന വിശ്വാസത്തിലാണ് മുത്തശ്ശൻ സിയാങ്ങിന്റെ പേരിൽ കമ്പനി എഴുതി കൊടുത്തത്. അന്നു മുതൽ നല്ല രീതിയിലാണ് സിയാൻ കമ്പനി മുന്നോട്ടും കൊണ്ടുപോയത്. മുത്തശ്ശി കമ്പനി തന്ന മുതൽ ആരുടെയും സഹായമില്ലാതെയാണ് ഇത്രയും എത്തിച്ചത്. ഇങ്ങനെ മറ്റൊരാൾക്ക് കൊടുക്കുമെന്ന് പറയുമ്പോൾ യായാന്റെ അച്ഛൻ, ഇതെല്ലാം ജിയോങ് ഫാമിലിയുടെ സ്വത്തുക്കളാണ്, അത് ഞങ്ങളുടെ മകളിലേക്കാണ് വന്നു ചേരേണ്ടതാണെന്ന് പറഞ്ഞ് സിയാങ്ങിനെ അടിക്കാനായി കൈ പൊക്കുമ്പോൾ സിയാങ് കൈ തടഞ്ഞ് ഇതിൽ കൂടുതലൊന്നും പറയാനില്ലെന്ന് പറഞ്ഞ് അച്ഛന്റെ കൈ മാറ്റിയിട്ട് യായാൻ അവളുടെ കാലിൽ വീണ്, നീ ഇങ്ങനെയൊന്നും ചെയ്യാതെ, ആ സ്വത്ത് ഞാൻ ചോദിക്കുന്നതിനാൽ എൻ്റെ അച്ഛനെയും അമ്മയും അടിക്കാതെ, എനിക്ക് തരേണ്ട പ്രോപ്പർട്ടിയാണ്, തന്നാൽ എന്താ പ്രശ്നമെന്ന് ഓവറായിട്ട് ആക്ട് ചെയ്യുമ്പോൾ യായാന്റെ അച്ഛൻ, ഇനി ഇതിൽ കൂടുതൽ നീ ഇവിടെ നിൽക്കണ്ട, തരാനുള്ളത് തന്നിട്ട് പോകാനായി പറയുന്നു. എന്നാൽ സിയാൻ കമ്പനി മാത്രം വിട്ടുകൊടുക്കാതെ, ഇനി മുതൽ ഞാനും നിങ്ങളുമായിട്ട് യാതൊരു ബന്ധമില്ലെന്ന് വക്കീലിനെ കൊണ്ട് സൈൻ ചെയ്തിട്ട് യായാനെ ഇടിച്ചിട്ട് അവിടുന്ന് ഇറങ്ങുന്നു. എന്നാൽ സിയാങ്ങിന്റെ ഫിയാൻസി യായാനോട്, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാം, കമ്പനി ഷെയർസ് മീറ്റിംഗ് ഉണ്ട്, അപ്പോൾ നോക്കാം, നിനക്ക് വരാനുള്ള പ്രോപ്പർട്ടി എന്തായാലും വരുമെന്ന് പറയുന്നു. അടുത്ത ദിവസം ഷെയർ മീറ്റിംഗിൽ സിയാങ് ലൂ ഗ്രൂപ്പുമായി കോപ്പറേറ്റ് ചെയ്ത് കമ്പനി ഇനിയും ഡെവലപ്പ് ആക്കാൻ വേണ്ടിയിരിക്കുമ്പോൾ സിയാങ്ങിന്റെ അസിസ്റ്റന്റ് വന്ന് സിയാങ്ങിന്റെ അച്ഛനെയും അമ്മയും അനിതിയും കമ്പനിയിൽ വന്ന് ഇഷ്യൂ ഉണ്ടാക്കുന്നെന്ന് പറയുന്നു. സിയാങ് വന്നതും, ഞാൻ നടത്തിക്കൊണ്ടു പോകുന്ന കമ്പനി നിങ്ങൾക്ക് എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ യായാന്റെ അമ്മ, നിന്റെ കമ്പനിയോ, ഈ കമ്പനി തന്നത് മുത്തശ്ശനാണ്, ചെറുമകളായ യായാനാണ് ഇതിനെല്ലാം അവകാശപ്പെട്ടെന്ന് പറയുമ്പോൾ സിയാങ് അത് കേട്ട് ചിരിക്കുകയാണ്. സിയാങ്ങിന്റെ ചിരി കണ്ട്, നീ എന്തിനാണ് ചിരിക്കുന്നത്, ഈ കമ്പനിയുടെ ഓണർ ഞാനാണ്, ഇവിടെ നിനക്ക് നൽകാൻ യാതൊരു യോഗ്യതയില്ലെന്ന് പറയുമ്പോൾ, ഒരു ബോസ് ആവാൻ എന്തൊക്കെ യോഗ്യതയാണ് വേണ്ടതെന്ന് നിനക്കറിയാമോ, ഒന്നും അറിയാതെ നീ എങ്ങനെ ബോസ് ആവുമെന്ന് പറയുമ്പോൾ അവിടേക്ക് ടിയാൻ വന്ന്, മര്യാദയ്ക്ക് അവൾക്ക് കൊടുക്കേണ്ടതെല്ലാം കൊടുത്തേക്ക്, ഭാവിയിൽ നമ്മുടെ കല്യാണം കഴിഞ്ഞാൽ നിനക്കിതും നോക്കാൻ സമയമുണ്ടാവില്ല എന്ന് പറയുമ്പോൾ അവൾ പുച്ഛിച്ച്, നീ ജിയോങ് ഫാമിലിയിൽ പെട്ടതല്ലേ, അപ്പോൾ ജിയോങ് ഫാമിലിയിലെ ചെറുമകളെയാണ് നീ കല്യാണം കഴിക്കേണ്ടത്, ഞാൻ ആ കുടുംബത്തിൽ പെട്ടതല്ല, അതുകൊണ്ട് തന്നെ എന്റെ കാര്യത്തിൽ അധികം ഇടപെടണ്ടെന്ന് പറയുമ്പോൾ യായാൻ സിയാന്റെ കാലിൽ വീണ്, നീ എന്തൊക്കെയാണ് പറയുന്നത്, ഞാൻ ടിയാനെ വിവാഹം കഴിക്കണമെന്നോ, എന്റെ സ്വത്തുക്കൾ മാത്രമാണ് ഞാൻ തിരിച്ചു ചോദിക്കുമെന്ന് പറയുമ്പോൾ അപ്പോൾ സിയാങ് അവരോട്, രണ്ട് കാര്യം ചെയ്താൽ ഈ കമ്പനി തരാം, ആദ്യം എനിക്ക് നിങ്ങളുമായിട്ടുള്ള യാതൊരു ബന്ധം ഇല്ലെന്ന് പറഞ്ഞ് എഗ്രിമെന്റ്, രണ്ടാമത് അവൾക്ക് 1 ബില്യൺ പണം തരണമെന്ന് പറയുമ്പോൾ ടിയാൻ അവളുടെ കൈ പിടിച്ച് നമുക്ക് വിവാഹം ചെയ്യാമെന്ന് പറയുന്നു. സിയാൻ കൈ തട്ടി മാറ്റിയിട്ട്,
ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ ചെയ്താൽ അവരുടെ സ്വത്തുക്കൾ തിരിച്ചു നൽകാമെന്ന് പറയുന്നു. എന്നാൽ അത് കേൾക്കുന്ന അവർ ഒന്ന് ഷോക്കാവുകയാണ്. കാരണം അവൾ ചോദിച്ചത് അവളുടെ ഇത്രയും നാളത്തെ എഫക്റ്റിന്റെ പ്രതിഫലമാണ് ചോദിക്കുന്നത്. പോരാത്തതിന് ആ കമ്പനിയിലും അവൾക്കും ഷെയറുണ്ട്. അത് കേട്ട ടിയാൻ അച്ഛനോട് 1 മില്യൺ അല്ലേ അവൾ ചോദിക്കുന്നത് അങ്ങ് കൊടുത്തേക്ക്. കാരണം സിയാൻ ലോ ഗ്രൂപ്പുമായി ഓൾറെഡി കോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നും 10 മില്യൺ മടങ്ങ് നമുക്ക് കിട്ടുമെന്ന് പറയുമ്പോൾ ഈ ഒരു ഐഡിയ കൊള്ളാമെന്ന് പറഞ്ഞ് അച്ഛൻ സിയാങ് പറഞ്ഞ ഡീലിന് സമ്മതിച്ച് സൈൻ ചെയ്യുന്നു. അപ്പോൾ ടിയാൻ യാനെ ചേർത്ത് പിടിച്ച് നീ വന്ന് കെഞ്ചി പറഞ്ഞാലും ഞാൻ നിന്നെ കെട്ടില്ല. കമ്പനി ഇപ്പോൾ ഞങ്ങൾക്ക് സ്വന്തമായി. ഇനി നിന്നെ കണ്ടുപോകരുതെന്ന് പറയുമ്പോൾ യാൻ്റെ അച്ഛൻ വേണമെങ്കിൽ നീ എൻ്റെ മകളുടെ അസിസ്റ്റൻ്റായി വർക്ക് ചെയ്തോ. മാസം 100 യാൻ നിനക്ക് തരാം. എനിക്ക് നിങ്ങളുടെ ഔദാര്യത്തിൽ ജോലി ചെയ്യേണ്ട കാര്യമില്ല. ഇനി ഒരു കാര്യത്തിലും എൻ്റെ അടുത്ത് വരരുതെന്ന് പറഞ്ഞ് അവൾ അവിടുന്ന് പോകുന്നു. പോകും വഴിയിൽ അവൾ ലോ ഗ്രൂപ്പിലെ ചെയർമാനെ കോൾ ചെയ്യുകയാണ്. അവർ മറ്റാരുമല്ല സിയാൻ്റെ ആൻറ്റി ആയിരിക്കും. കാരണം സിയാനെ 10 വർഷം മുന്നേ നഷ്ടപ്പെട്ടായിരുന്നു. ഈ അടുത്തിടെയായിരുന്നു ആൻറ്റിക്ക് തിരിച്ചു കിട്ടിയത്. ആൻറ്റിയെ വിളിച്ച് ഞാൻ വരുന്നുണ്ടെന്ന് പറയുമ്പോൾ കുറെ നാളുകൾക്ക് ശേഷം സിയാൻ വരുന്നതിനാൽ ആൻറ്റിയുടെ ആൾക്കാരെ വിട്ടയക്കുകയാണ്. അപ്പോൾ അതെല്ലാം കണ്ട അവളുടെ പാരൻസ് ഇവളൊരു 7ാം കൂലിയല്ലേ, ഇവൾക്ക് എവിടുന്ന ഇത്രയും ലക്ഷറി കാർ എന്ന് നോക്കി നിൽക്കുന്നു. ശേഷം സിയാൻ ആൻറ്റിയോട് നടന്ന കാര്യങ്ങളെല്ലാം പറയുമ്പോൾ ദേഷ്യമാണ് ആൻറ്റിക്ക് വരുന്നത്. എന്നാൽ സിയാൻ ആ കമ്പനിയുമായുള്ള എല്ലാ ഷെയർസിനോടും ക്യാൻസൽ ചെയ്യാനായി ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. കമ്പനി ലോസിൽ കൊണ്ടുവരാനായി ആൻറ്റിയും നിനക്ക് വേണ്ട എല്ലാ ഹെൽപ്പും ചെയ്യാമെന്നും വാഗ്ദാനം ചെയ്യുന്നു. ഇനി മുതൽ നീ ലോ ഗ്രൂപ്പ് ഹെഡായി ഇരിക്കണം. ഇതാണ് നിന്റെ ഫാമിലി. എന്തിനാണ് മറ്റുള്ളവരുടെ കമ്പനി നോക്കുന്നതെന്ന് പറയുമ്പോൾ ജിയോങ് ഫാമിലി എത്ര മോശമായാലും ജിയോങ് ഫാമിലിയിലെ മുത്തശ്ശനെ ഓർത്തിട്ടാണ് അവൾ സ്വന്തം കമ്പനിയായി കണ്ട് ഡെവലപ്പ് ചെയ്യാൻ തീരുമാനിച്ചത്. ഇവിടെ കമ്പനി കിട്ടിയ സന്തോഷത്തിൽ ടിയാനും ഇരിക്കുമ്പോൾ സിയാങ് പുതിയ കമ്പനി തുടങ്ങിയെന്നുള്ള ന്യൂസ് കാണുന്നു. അങ്ങനെ അടുത്ത ദിവസം അവളുടെ പുതിയ കമ്പനി അനൗൺസ്മെന്റ് ചെയ്യുന്ന സമയത്ത് ജിയോങ് ഫാമിലിയിൽ ടിയാനും അവളുടെ വളർത്തച്ഛനും അമ്മയും വരുന്നു. അവളുടെ കമ്പനി കണ്ട് പുച്ഛിച്ച് പറഞ്ഞു നിൽക്കുമ്പോൾ ജിയോങ് ഗ്രൂപ്പിലെ മിക്ക ജോലിക്കാർ ഷെയർ ഹോൾഡേഴ്സും അവളുടെ കമ്പനിയിൽ വർക്ക് ചെയ്യാനായി വരുന്നു. എന്നാൽ അവൾ ഇപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്ത് പ്രോഫിറ്റ് പോലും കിട്ടില്ല, റിസ്ക് ഉണ്ടാകും എന്ന് കരുതി എന്തിനാ ഇത്രയും പേര് കൂട്ടിക്കൊണ്ട് വന്നെന്ന് ചോദിക്കുമ്പോൾ ജിയോങ് ഗ്രൂപ്പിലെ മിക്ക വർക്കേഴ്സ് അവിടെ വരുന്നു. അത് കാണുന്നു യായൻ. നിങ്ങളെന്താ ഇവിടെ, വേറെ ജോലിയിലിരുന്ന് യായൻ ചോദിക്കുമ്പോൾ ഞങ്ങൾ ഇത്രയും നാളും വർക്ക് ചെയ്തത് സിയാങ്ങിന്റെ കീഴിലാണ്, ഇനിയും വർക്ക് ചെയ്യാൻ പോകുന്നതും സിയാന്റെ കീഴിലാണെന്ന് പറയുമ്പോൾ യായാണ് ദേഷ്യമാണ് വരുന്നത്. ചെറിയ കമ്പനി ആയാലും വലിയ കമ്പനി ആയാലും ഞങ്ങൾക്ക് സിയാന്റെ കീഴിലാണ് വർക്ക് ചെയ്യാൻ താല്പര്യം എന്നും അതുകൊണ്ടാണ് ഇവിടെ വന്നതെന്ന് പറയുന്നു. അപ്പോൾ ഓഫീസിൽ നിന്ന് യായന് കോൾ വരുന്നു. സ്റ്റോക്ക് മാർക്കറ്റ് ലോസ് ആവുകയാണ്. എന്താണ് ചെയ്യേണ്ടതെന്നും അവൾക്കറിയില്ല. എല്ലാ ഷെയർ ഹോൾഡേഴ്സും ഇപ്പോൾ സിയാന്റെ കമ്പനിയുമായി കോപ്പറേറ്റ് ചെയ്യാൻ തീരുമാനിക്കുകയാണ്. യായാന്റെ ഭരണം ഏറ്റതോടെ അവരുടെ കമ്പനിയും ലോസായി. ഇനി ഇവിടെ നിന്നാൽ കാര്യമില്ല, നീ നിന്റെ കമ്പനി പോയി നോക്കാനായി പറഞ്ഞ് സിയാൻ കളിയാക്കുന്നു. അപ്പോൾ ടിയൻ യായാനെ നീ ഒന്നും കൊണ്ട് പേടിക്കേണ്ട, ഞാനുണ്ട്, ഇത് അത്ര വലിയ കാര്യമല്ലെന്ന് പറഞ്ഞ് അവർ പോകുന്നു. അന്നേരം സിയാൻ ഒരു കോൾ വരികയാണ്. അത് മിസ്റ്റർ ഫു ആയിരിക്കും വിളിച്ചത്. അവരുമായി മീറ്റിംഗ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. അത് മീറ്റ് ചെയ്യാനായി പറയാനാണ്. ഇവിടെ യായൻ സിസ്റ്റം നോക്കുമ്പോൾ ഇത്രയും നാളുണ്ടായ ഷെയർ ഹോൾഡേഴ്സ് എല്ലാം കുറഞ്ഞു പോവുകയാണ്. എപ്പോഴേക്കും യായാൻ്റെ അസിസ്റ്റൻ്റ് വന്ന് 3/4 ജോലിക്കാർ റിസൈൻ ചെയ്ത് പോയെന്ന് പറയുന്നു. ഇനി എന്ത് ചെയ്യുമെന്ന് അറിയാതെ ടിയാൻ്റെ കൈ പിടിച്ച് കരയുമ്പോൾ നമുക്കൊരു വഴി കിട്ടും, നീ വിഷമിക്കാതിരിക്കും, അവൾക്കൊരു തിരിച്ചടി കൊടുക്കാമെന്ന് പറയുമ്പോൾ അസിസ്റ്റന്റ് മിസ്റ്റർ ഫു ജിയോ ഗ്രൂപ്പുമായി മീറ്റിംഗ് വെച്ചിട്ടുണ്ട്. അദ്ദേഹം സിയാനെയാണ് മീറ്റ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ വേണമെങ്കിൽ ആ മീറ്റ് യൂസ് ചെയ്ത് കോപ്പറേറ്റ് ചെയ്യാനായി പറയുന്നു. അങ്ങനെ ആ മീറ്റിംഗിൽ പോകുമ്പോൾ സിയാനെ കണ്ട് യായൻ തടഞ്ഞു നിർത്തുകയും എന്താ ഇവിടെ, ഇത് ജിയോങ് കമ്പനിയുമായിട്ടുള്ള കോപ്പറേഷനാണ്, നിന്റെ കാര്യം ഇവിടെയില്ലെന്ന് പറയുമ്പോൾ മിസ്റ്റർ ഫു വന്ന് ജിയോങ്ങിനെ കോപ്പറേറ്റ് ഡീൽ ചെയ്യാനായിട്ട് കൊണ്ടുപോകുന്നു. അപ്പോൾ ടിയാൻ മിസ്റ്റർ ഫുവിനോട് നിങ്ങൾ ജിയോങ് ഗ്രൂപ്പുമായിട്ടല്ലേ മീറ്റിംഗ് വെച്ചത്, എന്തിനാണ് സിയാങ്ങിനെ കൂട്ടിക്കൊണ്ടു പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ സിയാങ്ങുമായി മീറ്റിംഗ് നടന്നിയാൽ നിങ്ങൾക്ക് എന്താ പ്രോബ്ലം, ഞാൻ അവളുമായിട്ടാണ് കോപ്പറേറ്റ് നടത്താൻ മീറ്റിംഗ് തീരുമാനിച്ചത്, ഇത്രയും നാളും കോപ്പറേറ്റ് ചെയ്ത സിയാങ്ങിനെ എനിക്കറിഞ്ഞൂടെ എന്ന് പറയുമ്പോൾ യായാൻ എന്നാൽ ഞങ്ങൾ ലോ ഗ്രൂപ്പുമായി കോപ്പറേറ്റ് നടത്തുന്നുണ്ട്, അപ്പോൾ ഞങ്ങളുടെ കമ്പനി ഇനിയും ഡെവലപ്മെന്റ് ആവുമെന്ന് പറഞ്ഞതും സിയാൻ അവരുടെ ആൻറ്റിയെ കോൾ ചെയ്ത് ലോ ഗ്രൂപ്പുമായി നടത്താനിരുന്ന കോപ്പറേഷൻ ഒരു കോമ്പറ്റീഷൻ വഴി നൽകാനായി പറയുന്നു. അത് കണ്ട് നിന്ന് യായാനും ടിയാനും ഷോക്കാവുന്നു. ലോ ഗ്രൂപ്പിൽ ഇവരുടെ ആൻറ്റിയാണോ, ഇനി വല്ല റിലേറ്റീവ്സ് ആയിരിക്കും, എന്തായാലും ലോ ഗ്രൂപ്പിലെ സിഒ ആയിരിക്കില്ല എന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ യായാന് ഒരു കോൾ വരുന്നു. ലോ ഗ്രൂപ്പിൽ നിന്ന് കോപ്പറേഷൻ ക്യാൻസൽ ചെയ്ത് ആ പ്രൊജക്റ്റ് ആർക്ക് കൊടുക്കണം എന്നുള്ളതായിട്ട് ഒരു കോമ്പറ്റീഷൻ നടത്താനായി തീരുമാനിച്ചെന്ന് അറിയിക്കുന്നു. ഇനി സിയാൻ പറഞ്ഞത് കൊണ്ടാണോ അങ്ങനെ ഒരു ഡിസിഷൻ വരെ എത്തിയെന്ന് പറയുമ്പോൾ ടിയാങ്ങിന്റെ ഫോണിലേക്ക് ലോ ഗ്രൂപ്പിലെ എൽഡസ് ലേഡി 10 വർഷം മുന്നേ കാണാൻ
കാണാതായെന്നും അവൾ വീണ്ടും തിരിച്ചെത്തിയെന്നും 10 മില്യന്റെ പ്രൊജക്ട് ആർക്കാണ് കൊടുക്കേണ്ടത് തീരുമാനിക്കുന്നത് എൽഡേഴ്സ് ലേഡി ആയിരിക്കും പറഞ്ഞ് ന്യൂസ് കാണുന്നു. അത് കണ്ടതും ആ എൽഡേഴ്സ് ലേഡി കണ്ട് സംസാരിച്ച് ആ പ്രൊജക്ട് നമുക്ക് തന്നെ വാങ്ങണമെന്ന് പറഞ്ഞ് സംസാരിക്കുന്നു. എന്നാൽ ഈ ന്യൂസ് പബ്ലിഷ് ആയത് സിയാൻ അറിഞ്ഞില്ല. മിസ്റ്റർ ഫുവുമായിട്ടുള്ള മീറ്റിംഗിൽ ഇരിക്കുമ്പോൾ അറിയാതെ പെട്ടെന്ന് ഈ ന്യൂസ് കാണുകയും മിസ്റ്റർ ഫു ആ ന്യൂസും കണ്ട് ഞാനും ആ മീറ്റിംഗിൽ ജോയിൻ ചെയ്യുന്നുണ്ട് ലോ ഗ്രൂപ്പിലെ എൽഡേഴ്സ് ലേഡിയെ കാണാനായിട്ട്. അങ്ങനെ അടുത്ത ദിവസം ലോ ഗ്രൂപ്പ് മീറ്റിങ്ങിനായിട്ട് യാനും ടിയാനും കുറെ കമ്പനിയിലെ വർക്കേഴ്സും വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ എൽഡേഴ്സ് ലേഡി എന്ന് പറഞ്ഞു ഒരു പിക്ചർ കാണുന്നു. കണ്ണ് മാത്രം കവർ ചെയ്തിട്ടായിരിക്കും. അത് കാണുന്ന യാന് അത് കണ്ടാൽ സിയാനെ പോലെ ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ സിയാൻ വരുന്നു. നിങ്ങൾക്ക് ഈ പ്രൊജക്ട് വാങ്ങാനുള്ള യാതൊരു യോഗ്യതയുമില്ല എന്ന് പറഞ്ഞു. നിങ്ങൾക്കുള്ള യോഗ്യത എന്താ ഞങ്ങൾക്കുണ്ടാകില്ലേ? നിന്റെ ആന്റി ലോ ഗ്രൂപ്പിലല്ലേ വർക്ക് ചെയ്യുന്നത്? ആര് വാങ്ങുമെന്ന് നമുക്ക് നോക്കാമെന്ന് ടിയാൻ പറയുന്നു. എന്റെ കമ്പനിയെ പറ്റി എന്നോട് പറയുന്നോ? ഏതാണ്ട് ഞാൻ തരണ മാതിരി സിയാങ് ചിന്തിച്ചിരിക്കുമ്പോൾ സിയാങ് യായാനെ ടിയാനെ ടോർച്ചർ ചെയ്യുന്ന സംസാരിക്കുന്നതിനാൽ സെക്യൂരിറ്റി വിളിച്ച് സിയാങ്ങിനെ പുറത്താക്കാനായി പറയുന്നുണ്ട്. ഈ കമ്പനിയുടെ ഓണർ ഞാനാണ്. എന്നെ നിങ്ങൾ പുറത്താക്കിയാൽ നിങ്ങൾ വിവരം അറിയുമെന്ന് പറയുന്നു. ആ ഫോട്ടോയിൽ കാണുന്ന എൽഡേഴ്സ് ലേഡി നിന്നെ പോലെ ഉണ്ടെന്ന് കരുതി ലോ ഗ്രൂപ്പ് കമ്പനിയുടെ ഓണറായി ഓവർ ആക്ട് ചെയ്യലേ എന്ന് ടിയാൻ പറയുകയും സിയാനുമായി തർക്കമുണ്ടാകുന്നു. കറക്റ്റ് ടൈമിൽ ആന്റിയുടെ അസിസ്റ്റന്റ് വന്ന് ടിയാങ്ങിനെ മാറ്റി നിങ്ങൾ ആരെയാണ് അടിക്കുന്നത്? നിങ്ങൾ ഈ കമ്പനിയുടെ ഓണറിന് കൈവയ്ക്കാൻ ധൈര്യമോ? മാഡം വരട്ടെ, നിങ്ങൾക്കുള്ള പണിഷ്മെന്റ് തരുമെന്ന് പറയുമ്പോൾ സിയാങ്ങിനെ എല്ലാവർക്കും മുന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഇവരാണ് മിസ്റ്റർ ലോ ഗ്രൂപ്പിലെ എൽഡേഴ്സ് ലേഡി എന്ന് പറഞ്ഞതും അവിടെയുള്ള സെക്യൂരിറ്റി ഒരു ഷോക്കായി സിയാങ്ങുമായി അടിയൊടി ഉണ്ടാക്കിയ യാനെയും ടിയാനെയും പുറത്താക്കുന്നു. അന്നേരം ലോ ഗ്രൂപ്പ് ചെയർമാനായ സിയാങ്ങിനെ ആന്റി വരികയും ആന്റി കണ്ട യായാൻ ഇവിടെ ഒരുത്തി വന്ന് ഞാനാണ് ലോ ഗ്രൂപ്പിലെ ഓണർ എന്ന് പറഞ്ഞ് അകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാണെന്ന് പറഞ്ഞ് അറിഞ്ഞതും ആന്റി സിയാൻ എന്നറിയാതെ അകത്തേക്ക് പോകുന്നു. ഇവിടെ ആന്റിയുടെ അസിസ്റ്റന്റ് എല്ലാവർക്കും മുന്നിൽ ലോ ഗ്രൂപ്പിലെ എൽഡേഴ്സ് ലേഡിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. അവിടേക്ക് വന്ന യായാനും ടിയാനും അവളെ മോശമായി സംസാരിക്കുന്നത് വന്ന ആന്റി ടിയാന് ഒരു അടി കൊടുത്തിട്ട് എടാ നീ ആരെയാണോ ഇത്ര നേരം തരം താഴ്ത്തിയത്? സിയാനാണ് ലോ ഗ്രൂപ്പിലെ ഒരേയൊരു ഓണർ എന്ന് പറഞ്ഞതും വീണ്ടും യായാനും ടിയാനും ഷോക്കാവുന്നു. ശേഷം ആന്റി സ്റ്റേജിലേക്ക് കയറി ഞാൻ ഇവിടെ ആന്റി മാത്രമാണ്, അമ്മയല്ല. ഞങ്ങൾ രണ്ടുപേരുമാണ് ലോ ഗ്രൂപ്പിലെ ഒരേയൊരു അവകാശികൾ. ഇനി മുതൽ സിയാങ് ആയിരിക്കും ലോ ഗ്രൂപ്പ് മുന്നോട്ട് നടത്താൻ പോകുന്നത്. അപ്പോൾ സിയാങ് 10 മില്യൺ പ്രൊജക്ട് പറഞ്ഞ് മിസ്റ്റർ ഫൂന് ആ 10 മില്യന്റെ പ്രൊജക്ട് കൊടുക്കുന്നു. ടിയാനും യാനും ഇനി ഇവിടെ നിന്നാൽ നാറുമെന്ന് കരുതി പോകുമ്പോൾ സിയാന്റെ ആന്റി അവരെ പിടിച്ചു നിർത്തി സിയാനെ നാറ്റിച്ചതിനാൽ രണ്ടുപേർക്കും കൊടുക്കേണ്ട പണി കൊടുത്തിട്ട് വിടുകയാണ്. ഇവിടെ ആ റൗഡിയെ കാണിക്കുകയാണ്. ആ റൗഡിയുടെ അസിസ്റ്റന്റ് വന്ന് ജിയങ് ഫാമിലിയുടെ സിഒ അയാൾക്കെതിരെ പോലീസിൽ കേസ് കൊടുത്തുന്ന കാര്യം പറയുന്നു. അയാളും അവളുമായി ഞാനൊരു വിധത്തിൽ പ്രശ്നമൊന്നും ഇല്ലല്ലോ, എന്തിനാണ് അവൾ പോലീസിൽ കംപ്ലൈന്റ് ചെയ്ത് കൊടുത്തെന്ന് പറഞ്ഞ് ജിയങ് കമ്പനിയിൽ വരുമ്പോൾ യായാനായിരിക്കും കംപ്ലൈന്റ് ചെയ്തെന്ന് കരുതി യായനെ അടിക്കാനായി വന്നതും ടിയാൻ അത് അവളല്ല കംപ്ലൈന്റ് ചെയ്തത്, ഇതിനു മുന്നേ സിയ ആയിരുന്നവളാണ് കംപ്ലൈന്റ് ചെയ്തത്. അപ്പോൾ ഇവിടെ സിയാനും ആന്റിയും ഹാപ്പി ആയിട്ട് സംസാരിക്കുകയാണ്. സിയാങ് ലോ ഗ്രൂപ്പ് കമ്പനി എടുക്കാൻ തന്നെ താല്പര്യമില്ല, അവൾ ഉണ്ടാക്കിയ കമ്പനി നോക്കിക്കോളാം എന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ സിയാന് ആ റൗഡിയെ കുറിച്ചുള്ള ഓർമ്മകളാണ് വരുന്നത്. അന്നേരം ആന്റിയുടെ അസിസ്റ്റന്റ് വന്ന് സിയാൻ ആ റൗഡിയെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും കളക്ട് ചെയ്യാൻ അത് നേരെ പോലീസ് സ്റ്റേഷനിൽ താനാണ് കംപ്ലൈന്റ് ചെയ്തതെന്ന് പറഞ്ഞ് കേസ് രജിസ്റ്റർ ചെയ്യാനായി പറയുന്നു. ഇവിടെ ടിയ ഇതിനു മുന്നേ ഉണ്ടായ സിയാനാണ് നിങ്ങളെ കുടിക്കെന്ന് പറയുമ്പോൾ അയാൾക്ക് ഒരു കോള് വരികയാണ്. സിയാൻ കൊടുത്ത കംപ്ലൈന്റിൽ പോലീസ് അയാളെ അറസ്റ്റ് ചെയ്യാൻ വരുന്നുണ്ട് എന്ന് കേട്ടതും അയാൾ വേഗം തന്നെ അവിടുന്ന് പോകുന്നു. കുറച്ചു നേരം കഴിഞ്ഞ് ജിയോങ് കമ്പനിയിലേക്ക് പോലീസ് അയാളെ അന്വേഷിച്ചു വരുമ്പോൾ അങ്ങനെ ഒരാൾ ഇവിടെ വന്നിട്ടില്ല, നിങ്ങൾ പുറത്തെവിടെയെങ്കിലും പോയി തേട്, ഇവിടെ ആരും വന്നില്ല എന്ന് പറഞ്ഞ് പോലീസിനെ പറഞ്ഞിരിക്കുന്നു. എന്താണ് അവൾ അങ്ങനെ പറഞ്ഞെന്ന് വെച്ചാൽ സിയാങ്ങിനെ കൊല്ലാൻ വെറി പിടിച്ച് നടക്കുകയല്ലേ, അയാളുടെ കൈ കൊണ്ട് തന്നെ അവൾ ചാവട്ടെ, എന്നിട്ട് നമുക്ക് അയാളെ പോലീസിൽ ഏൽപ്പിക്കാനാണ് പ്ലാനിങ്. ഇവിടെ സിയാങ്ങിനോട് പോലീസ് വന്ന് അയാളെ കിട്ടിയില്ലെന്ന് പറയുമ്പോൾ അവളായിട്ട് തന്നെ ഒരു പ്ലാനിട്ട് അയാളെ കൊടുക്കാനായിട്ട് തീരുമാനിക്കുന്നു. അന്ന് രാത്രി സിയാങ് യായാനെ കാണാനായി വരുമ്പോൾ സിയാങ്ങിനെ മയക്കുമരുന്ന് കൊടുത്ത് അവളെ ആരുമില്ലാത്ത ഒരിടത്തിൽ കെട്ടിയിട്ട് ആ റൗഡി അവളോട് മോശമായിട്ട് പെരുമാറുന്നു. എന്തിനാണ് നീ എനിക്കെതിരെ കേസ് കൊടുത്ത് ഞാൻ വെറുതെ വിടില്ലെന്ന് പറയുമ്പോൾ നിങ്ങളെ കൊടുക്കാൻ ഇത് വേറെ ആരോ പ്ലാൻ ചെയ്താണ്, വേണമെങ്കിൽ ഇവിടെ ആരോണ്ടെന്ന് പറയുമ്പോൾ അയാൾക്കും ചെറിയ ഡൗട്ട് വരുന്നു. ആ സമയത്ത് ഒരു ഭാഗത്തെ സൗണ്ട് കേട്ടതും അയാൾ ചെന്ന് ചെക്ക് ചെയ്യുമ്പോൾ കറക്റ്റ് ടൈമിൽ ടിയാനും യാനും അയാൾക്ക് മുന്നിൽ വരികയാണ്. ഞങ്ങൾ നിങ്ങളെ കൊടുക്കാനായിട്ടല്ല വന്നത്, നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനെന്ന് പറഞ്ഞ് അവളെ മയക്കി കടത്താനുള്ള ഒരു മരുന്ന് കൊടുക്കുന്നു. അയാളും ഇവർ അയാൾക്കൊപ്പമാണ് നിൽക്കുന്നെന്ന് കരുതി ആ മരുന്ന് കൊടുക്കാനായി വരുമ്പോൾ ഇതെന്താ ആരും വരാത്തെന്ന് ചിന്തിക്കുമ്പോൾ കറക്റ്റ്
ടൈമിൽ ആൻറ്റി പോലീസ് വന്ന് അവളെ സേവ് ചെയ്യുകയാണ്. ഒരു വെടിക്ക് രണ്ടുപേരെയും പോലീസിന് കീഴടങ്ങുന്നു. കുറച്ചു നാൾ കഴിഞ്ഞ് യായാന്റെ അമ്മയും അച്ഛനും എല്ലാം നഷ്ടമായെന്ന് പറഞ്ഞ് സിയാങ്ങിന്റെ കാല് പിടിച്ച് മകളെയും മരുമകളെയും എങ്ങനെയെങ്കിലും പുറത്താക്കണം. പക്ഷേ എന്നാൽ അപ്പോഴും സിയാനെ അവർ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഉടനെ തന്നെ പോലീസിനെ വിളിച്ച് അവരെ അറസ്റ്റ് ചെയ്യിപ്പിക്കുകയാണ്. അങ്ങനെ കുടുംബം മൊത്തം പോലീസ് സ്റ്റേഷനിൽ നിൽക്കുന്നു. ഇവിടെ മിസ്റ്റർ ഫുമായിട്ടുള്ള കോർപ്പറേഷൻ നല്ല രീതിയിൽ ലാഭം കിട്ടുകയും ഇനി ആരും തന്നെ തടയാനും വരില്ലെന്ന് പറഞ്ഞ് ആറ്റിറ്റ്യൂഡ് ഫ്രീഡം ആയിട്ട് അവൾ പോകുന്നു. ഇതോടെ ഈ ഡ്രാമ കഴിയുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ